നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇതാണ് വൻപയർ. അപ്പോൾ ഇതിന് കുറച്ചധികം വേവ് ഉള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞതൊരു 3 മുതൽ 4 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം. വൻപയർ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മുതൽ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. പയർ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പയറിൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കഴുകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി അടുത്തായിട്ട് 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലും അതുപോലെ തന്നെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ എരിശ്ശേരിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ചില മത്തങ്ങ കണ്ടിട്ടുണ്ടല്ലോ ഓറഞ്ച് കളറൊക്കെ ആയിട്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കളറും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. മത്തങ്ങ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്ന് ക്യൂബ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം വലുതായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മത്തങ്ങ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സദ്യക്കാണ് ഈ ഒരു എരിശ്ശേരി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വേവിക്കാൻ എടുക്കുന്ന വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആദ്യമേ പയർ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് മത്തങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ ചേർത്തിട്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയാണ് കുറച്ചുകൂടി നല്ലത്. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കരിവേപ്പില, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടി പോകരുത്. മാക്സിമം 1.25 മുതൽ 1.5 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. ഈ ഒരു എരിശ്ശേരി സദ്യക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇലയിൽ വയ്ക്കുമ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർക്കുന്നത്. അതല്ല നമ്മളിപ്പോൾ ചോറിന് വേണ്ടിയിട്ട് മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി പയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. പയറും മത്തങ്ങയും വേകുന്ന സമയം കിട്ടും നമുക്കിതിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. 1/4 മുതൽ 1 കപ്പ് നാളികേരം വരെ ചേർക്കാം. എരിശ്ശേരിക്ക് കുറച്ചധികം നാളികേരം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. 1/4 ടീസ്പൂൺ നല്ല ജീരകം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. വളരെ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എരിശ്ശേരിക്ക് അരച്ചെടുക്കുമ്പോൾ തോരത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു കിട്ടണം. അതായത് ഒത്തിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് എരിശ്ശേരിക്ക് അരയ്ക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 വിസിലായപ്പോൾ ഗ്യാസ് ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു. ഇനി നമ്മൾ പയർ കുതിർക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 6 വിസിലെങ്കിലും വേണ്ടി വരും. കാരണം വൻപയറിന് കുറച്ചധികം വേവുള്ളതാണേ. ഇപ്പം നോക്കൂ, പയറും വൻപയറും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളവും പാകത്തിനാണ്, ഒത്തിരി വെള്ളം കൂടി പോയിട്ടില്ല. ഇനി അടുത്തായിട്ട് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കുക. സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ പയർ വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ സമയം വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വേവിച്ച വൻപയർ മത്തങ്ങയും ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൺചട്ടിയിലോട്ട് മാറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ചൊരു ഈർപ്പമുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. സദ്യ വിഭവങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ഒരു എരിശ്ശേരി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഇതിൽ മത്തങ്ങയുടെ ചെറിയൊരു മധുരവും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സദ്യക്കല്ലാതെ സാധാരണ നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ടും ഈ ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറാക്കാം. അങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം ഒരു 5 മുതൽ 6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ ഒരു നാളികേരത്തിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം.
അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി നേരം തിളപ്പിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് അരപ്പ് ചേർക്കുന്നതിന് മുന്നേ വെള്ളത്തിൻ്റെ ഈർപ്പം കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കണം എന്ന് പറഞ്ഞത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയായിരിക്കും. കാരണം ഒത്തിരി എരിവ് ഉണ്ടാവില്ല, പിന്നെ ഒരു മത്തങ്ങയുടെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരവും കൂടെ നോക്കണേ. നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ മധുരം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പൂണ് ശർക്കര ചേർക്കുന്നുണ്ട്. മധുരം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ശർക്കര ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മത്തങ്ങയുടെയൊക്കെ ചെറിയൊരു മധുരവും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പച്ചമുളകും ഒരു മുളക് പൊടിയുടെയൊക്കെ ചെറിയൊരു എരിവും കൂടി ഉണ്ടാവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മാക്സിമം 1 മിനിറ്റ്. അപ്പോൾ എല്ലാം കൂടി 6 മിനിറ്റ് മാത്രമേ മിക്സ് ആക്കാവൂ. ഇതിപ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവും. അങ്ങനെ നമ്മുടെ എരിശ്ശേരി ഏതാണ്ടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി അടുത്തായിട്ട് ഈ ഒരു എരിശ്ശേരിയുടെ ഹൈലൈറ്റാണ് ഈ ഒരു സ്റ്റെപ്പ്. അതായത് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കുറച്ചേറെ കരിവേപ്പില, ഇവയെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം 1 കപ്പ് നാളികേരം ചേർത്തെടുക്കും. എരിശ്ശേരിക്ക് കുറച്ചധികം നാളികേരം ചേർക്കും കേട്ടോ, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതൊരു ലോ ഫ്ലെയിമിൽ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. നമ്മൾ സാധാരണ തീയലിനൊക്കെ നാളികേരം വറുത്തെടുക്കില്ലേ, അതുപോലെയാണ് വറുത്തെടുക്കേണ്ടത്. ഇങ്ങനെ നാളികേരം വറുത്ത് ചേർക്കുന്നതാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ നാളികേരത്തിൻ്റെ അളവ് കുറയ്ക്കരുത്. കാരണം നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറികൾക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ നാളികേരം ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ എത്തണം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് വെളിച്ചെണ്ണയിൽ നാളികേരം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഒരു മണമാണ്. ഇനി ഗ്യാസ് ഓഫാക്കാം. നാളികേരം വറുത്ത സമയത്ത് തന്നെ മത്തങ്ങ കൂട്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇനി ഗ്യാസ് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന നാളികേര കൂട്ടും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നാളികേരം വറുത്ത് ചേർക്കുന്നതാണ് ഈ ഒരു എരിശ്ശേരിയുടെ ഹൈലൈറ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു വാഴയില വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് പറ്റുകയാണെങ്കിൽ എരിശ്ശേരി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇനി അടുത്ത് തന്നെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.